കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയെന്ന ആരോപണം. മരുന്ന് മാറി കഴിച്ച വയോധിക തലചുറ്റി വീണു. മരുന്ന് കഴിച്ചത് തിങ്കളാഴ്ച രാവിലെ ഒന്ന് കഴിച്ചു, പിന്നെ രാത്രി ഒന്ന് കഴിച്ചു, പിന്നെ ചൊവ്വാഴ്ച നാളിൽ ലൈൻ വീഴുന്നതാണ്. എനിക്ക് ആദ്യം കഴിച്ചെന്നുണ്ട് ഇലക്കേട് ഉണ്ടായിരുന്നു, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, കുറേ ഇരുട്ടി വന്നിട്ട്. പിന്നെ എനിക്കിങ്ങനെ ആയത്. പിന്നെ ഞാനീ ഗുളികയുടെയാണെന്നുള്ള അറിഞ്ഞുകൂടാല്ലേ, അതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും ഒരെണ്ണം കൂടെ കഴിച്ചു. നമ്മൾ കഴിക്കുന്ന രീതിയിൽ ഞാൻ പ്രഷറിൻ്റെ ആഞ്ചലും എടുത്ത് കഴിക്കുന്നു. ഒന്നീ കവറിൻ്റെ പുറത്തവർ എഴുതി തരുമായിരുന്നു, മറ്റവർ ഇരിക്കുന്നവർ. ഇത് അങ്ങനെയുള്ളവരില്ലായിരുന്നു അന്ന്. അവിടെ പ്രഷർ നോക്കാനിരിക്കുന്ന ഒച്ചായി തന്നതൊക്കെ. കൊല്ലം കുണ്ടറ വെള്ളിമൺ വെസ്റ്റ് കുളമട പുത്തൻ വീട്ടിൽ 75-കാരിയായ സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. പെരിനാട് പഞ്ചായത്തിലെ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സുകേഷിനിയമ്മ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് വാങ്ങാൻ എത്തിയത്. എന്നാൽ ഈ സമയം ഇവിടുത്തെ ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഇല്ലായിരുന്നു. പകരം ഇവിടുത്തെ മറ്റൊരു ജീവനക്കാരനായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ സുകേഷിനിയമ്മയ്ക്ക് കൊടുത്തത് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നവർക്ക് നൽകുന്ന താൽക്കാലിക മരുന്നായിരുന്നു. ഈ മരുന്ന് കഴിച്ചതോടെ ബോധരഹിതയായി തലചുറ്റി സുകേഷിനിയമ്മ വീഴുകയായിരുന്നെന്നും തുടർ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ ഓഫീസറെ നേരിട്ട് കണ്ട് സുകേഷിനിയമ്മ പരാതി പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ലോക്കറിൽ മാത്രം സൂക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള മരുന്ന് എങ്ങനെ സുകേഷിനിയമ്മയ്ക്ക് നൽകിയെന്നത് അടക്കമുള്ള വീഴ്ച അന്വേഷിക്കാമെന്ന് മെഡിക്കൽ ഓഫീസർ പറഞ്ഞതായും തുടർന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ BJP പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ അംബരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തി സമരക്കാരുമായി സംസാരിക്കുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 ദിവസത്തെ മരുന്നും കൂടി ഇരുന്നത് കൊണ്ട് ഈ മരുന്ന് എടുത്തില്ല. അന്നേരം ഇവിടുന്ന് ചില ദിവസങ്ങളിൽ കൊടുക്കുമ്പം പ്രഷറിൻ്റെത് കൊടുക്കത്തില്ല, ചിലപ്പോൾ കൊടുക്കും. വീട്ടിലാണ് മരുന്ന് കൊടുത്തപ്പോൾ അതിനകത്ത് ഇപ്പം തുണ്ടിനകത്ത് നമുക്ക് ഇന്ന ദിവസം കഴിക്കണം അല്ലെങ്കിൽ ഇത്ര നേരം കഴിക്കണമെന്ന് എഴുതി കൊടുക്കുമല്ലോ. ഇപ്രാവശ്യം അതൊന്നും എഴുതി കൊടുത്തില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചത് പ്രഷറിൻ്റെ ഗുളികയാണെന്ന് പറഞ്ഞാൽ അന്നത്തെ കഴിച്ചത് തിങ്കളാഴ്ച രാത്രിയാണ് കഴിക്കുന്നത്. പിറ്റേന്ന് രാവിലെ അന്ന് എണീക്കാൻ പറ്റില്ല. 12 മണിയാവാറായിട്ട് എണീറ്റത്. ഞാൻ 3 മണിയായപ്പോൾ അതാണ് കമ്പനിന്ന് വിളിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്നെങ്കിലും അമ്മയ്ക്കെല്ലാം നാക്ക് കുഴയുന്നതാണൊക്കെ തോന്നിയത്. അന്നേരം ഞാനും വിചാരിച്ച് പവർ കൂടിയ ഗുളിക എങ്ങാണ്ട് കൊടുത്തത് കൊണ്ടായിരിക്കും ഷുഗറിൻ്റെത് കൂടിയതാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് തല ഇറങ്ങുന്നതാണൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നീ ഫോൺ വയ്ക്കാൻ പറഞ്ഞു. അപ്പോഴേ തന്നെ ഞങ്ങളുടെ ബന്ധു എൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ ഞാൻ ചേച്ചിയെ വിളിച്ച് പറഞ്ഞ് ഒന്ന് ചെല്ലിയേച്ചി ഒന്ന് നോക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ അമ്മ സിറ്റൗട്ട് തറയിൽ കിടക്കുക. ചേച്ചിയെ നോക്കുമ്പോൾ തല നല്ലതുപോലെ മുഴച്ചിട്ടുണ്ട്. പിന്നെ പിടിച്ചെണീപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ആ ഒരു എന്തരംഗം മാറി. പക്ഷേ ഇപ്പോഴും അമ്മയ്ക്ക് ആ ഒരു കറക്റ്റ് ലെവലും ആയിട്ടില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ചെന്ന് ഞാൻ ആ ഗുളികയുടെ പേരെഴുതി ഇതേണൊക്കെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ആളുകളെ കാണിച്ചപ്പോഴാണ് ഇതിന് മെൻ്റൽ ഡിപ്രഷനൊക്കെ കൊടുക്കുന്ന ഗുളികയാണെന്ന് അറിഞ്ഞത്. പെരിനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും 100 കണക്കിന് രോഗികളാണ് വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. വളരെ പാവങ്ങളായ നിർദ്ധരായിട്ടുള്ള രോഗികളാണ് ഇവിടെ വന്ന് മരുന്ന് വാങ്ങിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 75 വയസ്സ് പ്രായമുള്ള ഒരമ്മ സ്ഥിരമായി ഇവിടുന്ന് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനുമുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച മരുന്നിനിവിടെ വരുന്ന സമയത്ത് ഡ്യൂട്ടി ഡോക്ടർ ഇല്ലായിരുന്നു. ഡ്യൂട്ടി ഡോക്ടറുടെ ആബ്സൻസിൽ ഇവിടെ വേറെ ഏതോ ഒരു സ്റ്റാഫ്, ആരാണെന്ന് നമുക്കറിയില്ല, ഒരു സ്റ്റാഫ് മരുന്നെടുത്ത് കൊടുത്തു. കുറച്ച് മരുന്ന് ഇവിടുന്ന് കൊടുത്തു, കുറച്ച് അതിനകത്ത് ആ പ്രിസ്ക്രിപ്ഷനകത്ത് ഇൻറ്റു മാർക്കിട്ട് പുറത്തുനിന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മരുന്ന് അവർക്ക് ഇവിടുന്ന് കൊടുത്തതാണ്. 6 സ്ട്രിപ്പിലായിട്ട് 60 ഗുളികയാണ് ഇതിനകത്ത്. ഒരു കാരണവശാൽ ഈ ഗുളിക 60 എണ്ണമെന്ന് ഒരു പേഷ്യൻറ്റ് കഴിക്കാൻ പറ്റില്ല. ഇത് സഡേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണെന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മാനസിക പ്രശ്നമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഗുളികയാണ് അത് ഇവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് പ്രഷറിൻ്റെ പകരമുള്ള ഗുളികയാണ് എന്ന് കരുതിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മരുന്ന് വാങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് ആ പഴയ മരുന്ന് തീർന്നത്. അങ്ങനെ ഇത് കഴിച്ചൊരു ദിവസം കൊണ്ട് തുടങ്ങി. ഒരു ദിവസം രാത്രി കഴിച്ചപ്പോൾ ചെറിയ അസ്വസ്ഥയുണ്ടായി. അത് ചിലപ്പോൾ അല്ലാതെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു പിറ്റേ ദിവസം ഒരു ഗുളികയോടെ കഴിച്ചു. ഈ കഴിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ രോഗിയുടെ അമ്മ, ഈ രോഗിയുടെ മകള് ഫോണിൽ വിളിക്കുന്ന സമയത്ത് ശരീരത്തിൽ നല്ല അസ്വസ്ഥയുണ്ടെന്ന് പറയുകയും ആ ഫോൺ ഇടയ്ക്കും കട്ടാവുകയും ചെയ്തു. അമ്മ ബോധം കെട്ട് മറിഞ്ഞ് വീട്ടിൽ വീഴുകയാണ്. അപ്പോൾ പിന്നീട് ഫോൺ വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത് മകൾക്ക് വിഷമമുണ്ടായി. മകൾ അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ വിളിച്ചിട്ട് അവിടെ പോയി നോക്കാൻ പറഞ്ഞപ്പോൾ
ബോധരഹിതയായി കിടക്കുന്ന അമ്മയാണ് അതിലത്തെ ആൾ കാണുന്നത്. ഈ കെടുകാര്യസ്ഥത, ഉദാസീനത, അനുശൂലം തുടരുന്നതുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിന് BJP രംഗത്താണ്.